ഹായ് ഗൈസ്, ജോബിളൻ ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സമയങ്ങളിൽ സ്പോർട്സ് കാണുന്നത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സ്പോർട്സ് കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് രസമുണ്ടായിരിക്കും. പക്ഷേ സ്പോർട്സ് കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ട് പൈസ കൂടി ഏൺ ചെയ്യുമ്പോൾ ഇറ്റ്സ് മച്ച് മോർ എക്സൈറ്റിംഗ്. ഞാൻ നിങ്ങളിത് പരിചയപ്പെടുന്നത് പരിമാച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് പ്ലെയർ ഡെയിൽ സ്റ്റെയിൻ ആണ്. ഇതിനകത്ത് ഫുട്ബോൾ, ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ് അങ്ങനെ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് വേറെ ഉണ്ട്. മിനിമം ഡെപ്പോസിറ്റ് ഉള്ളതാണ്, ഫാസ്റ്റ് വിഡ്രോൾ ഉള്ള ആപ്ലിക്കേഷനാണ്, 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉള്ള ആപ്ലിക്കേഷനാണ്, ലീഗൽ ആപ്ലിക്കേഷനാണ്. 27 വർഷത്തെ ചരിത്രമുള്ള ഇന്റർനാഷണൽ ബ്രാൻഡായ ഈ ആപ്ലിക്കേഷന് എക്സ്ട്രാ ഒരു ക്യാഷ് ബാക്ക് ഫീച്ചർ കൂടി ഉണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കബഡി പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഗൂഗിളിൽ പോവുക, പരിമാച്ച് ടൈപ്പ് ചെയ്യുക, നിങ്ങൾക്ക് 15,000 രൂപ വരെ വെൽക്കം ബോണസ് കിട്ടും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം റിയാക്ഷൻ ആണ്. നിങ്ങൾ ആരും ഇതുവരെയായിട്ടും കാണാതെ പോയ അതിഭീകരമായ അഭിനയം സൃഷ്ടിച്ച ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ നിന്ന് മിസ്സായി പോയ ഇതൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ട പാട് എന്താണേലും വളരെയധികം പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ആ ഷോർട്ട് ഫിലിമിലേക്ക് കാലുവയ്ക്കാം. Come on guys. ഇവനെപ്പോഴാ പെണ്ണിനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇവന് വേറൊരു പണിയില്ലേ? ഓരോ ചെയ്ത് വെച്ചിട്ട് അതോടത്തിട്ട് വല്ല കാര്യണ്ടാ? അതല്ലടാ, നമ്മളോട് വരാനായിട്ട് മുന്നേ അവളവനെ വിളിച്ചിരുന്നു. അവളെല്ലാം അറിഞ്ഞു. ഇനി അവളെ വിളിക്കണ്ടെന്നാ പറയണത്. വിട്ടുകളയാൻ പറയാ. അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്നാലും അവന് വിഷമം ഉണ്ടാവില്ലടാ. ഇത്ര നാളും തേങ്ങാക്കൊല ഇതൊക്കെ അറിഞ്ഞോണ്ട് ഇനി അവള് ഓടി വരും. കാത്തിരുന്നോ? ഹലോ ഹലോ, നിക്ക് നിക്ക് നിക്ക്, ഒരു കാര്യം പറയാണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായ എന്റെ അടുത്ത് ഇങ്ങനെ വരരുത്. സോറി, തന്നെ കണ്ട എക്സൈറ്റ്മെന്റില്. ഇന്നെന്താ അമ്പലത്തില്? എനിക്കെന്താ അമ്പലത്തിൽ വന്നൂടെ? ഇന്നെന്താ അമ്പലത്തില്? എനിക്കെന്താ അമ്പലത്തിൽ വന്നൂടെ? തുടക്കം തന്നെ ഊക്കാണല്ലോ. അതിനെന്തിനാ ചൂടാവണ്? അല്ല, ഈ പട്ടുപാവാട കേട്ട് കണ്ടപ്പോ ചോദിച്ചതാ. അതിനെന്ന് ചേച്ചിയുടെ ബർത്ത്ഡേയാ. മോശായി, മുന്നേ പറയണ്ടേ? നല്ല കാമുകൻ, ഒന്ന് വേഗം പോയേ, ആരെങ്കിലും കാണും. ഇവനെന്താ ദിവസം ഇത്ര മാത്രം പറയാനുള്ളത്? ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഒരു കാര്യേ. നമ്മളെ പോലെ ഇത്ര ഗ്ലാമർ ചെക്കന്മാരെ എത്ര പിന്നാലെ നടന്ന് സെറ്റ് ആവില്ല. എന്താ എല്ലാരും കൂടി ചിരിക്കണേ? എന്നാ കുറച്ചുപേര് കരയേ. ഒന്നുമില്ല. വാ നീ കേറ് കേറ്. വാ നീ കേറ് കേറ്. ആയി ആയി. സെറ്റായില്ല, സെറ്റാക്കി തരാം. ചേട്ടാ, ഒരു 4 ഒരെണ്ണത്തില് പുകല കൂടുതലിട്ടോ. നിനക്കിപ്പോ വേണോ? ആ, എനിക്കൊരെണ്ണം എടുത്തോ. എന്റെ മോനെ അഭിനയം ഉണ്ടോ? ആ, എനിക്കൊരെണ്ണം എടുത്തോ. എന്നാ എനിക്ക് ഒരെണ്ണം എടുത്തോ. എങ്കിൽ എനിക്ക് പറഞ്ഞ എടുത്തോ. എത്ര നിങ്ങൾക്കിപ്പോ മൊത്തം? 6 എടുത്തോ. 6. ഏതോ ഒരു കില്ലാടി കൂടി വന്നിട്ടുണ്ട്. ഇക്ക ഒരു സാധാ പുകല വേണ്ട. ആ ചുണ്ണാമ്പൊന്ന് തന്നെ ബ്രോ. എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് ബ്രോ, മൊടയാണോ? ആ ചുണ്ണാമ്പല്ല ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പ് ചോദിച്ചപ്പോഴേക്കും മൊട. എന്താന്ന്? മൊടയാണോന്ന്? തനിക്ക് വേണമെങ്കിൽ എടുത്തോടെ. നീ എന്താ ആളെ പേടിപ്പിക്കുക? ഒന്ന് പാടാ ചള്ളി ചക്ക. അതൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിട്ടാ. ചള്ളി ചക്കാന്ന് കേട്ടാ. വീട്ടിലുള്ളവരെ പറയുന്നോ? ചേട്ടാ എന്തിന്റെ പ്രശ്നം? സീനാക്കല്ലേട്ടാ. ഓ, സീനാണ്. നീ ഇടിയാവും. എന്തിനാ ഇടി ഉണ്ടാക്കിയ? ചുണ്ണാമ്പ് ചോദിച്ചെന്നെ. എന്താണ് ബ്രോ, മൊടയാണോ? ചുണ്ണാമ്പ് ചോദിച്ചു, അപ്പൊ അത് മൊടയായി. മൊട ഇനി അങ്ങോട്ട് ഇടിയാവാൻ പോവാ. ഓക്കെ, ഒന്ന് പാടാ ചള്ളി ചക്ക. അതൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിട്ടാ. ചള്ളി ചക്കാന്ന് കേട്ടാ. ചള്ളു ചെക്കാന്നാണോ വിളിക്കുന്നത്? ഒരു തള്ളു വെച്ച് കൊടുക്ക്. വീട്ടിലുള്ളവരെ പറയുന്നോ? ചേട്ടാ എന്തിന്റെ പ്രശ്നം? സീനാക്കല്ലേട്ടാ. സീനാണ്. മാറിക്കോ. വേണ്ട വേണ്ട. ഒന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലുവിടലാട്ടാ. അല്ല കച്ചവടം പോടാ. പറഞ്ഞ പോലെ ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ഈ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ചുണ്ണാമ്പ്. വേണ്ട വേണ്ട. ഒന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലുവിടലാട്ടാ. അല്ല കച്ചവടം പോടാ. പിന്നെ തന്റെ കച്ചവടം പോകും. സ്വർണ്ണ കച്ചവടം അല്ലേടാ നടക്കുന്നത്. കച്ചവടം കളയില്ലാട്ടാ. ചേട്ടാ സീനാക്കണ്ടാട്ടാ. കണ്ടാച്ചാലും മതി. ചുണ്ണാമ്പ് വെക്കുന്ന സ്ഥലം നോക്കിയ ഗൈസ്. കണ്ടാ പറയല, അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി വിട്ടോ
ഓ ഓ ഓ എൻ്റെ അമ്മോ, എൻ്റെ അമ്മേ, സീൻ മാസ്. എന്നാലും അവൻ എന്നെ പിടിച്ചു തള്ളിയപ്പോ ഒരുത്തനും ചോദിച്ചില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അവൻ്റെ വീട്ടുപേരെങ്കിലും ചോദിക്കണ്ടായിരുന്നു. ഒരു വലിയ കൂട്ടുകാരി. എനിക്കൊരു വിഷമം വന്നപ്പോ ഒരുത്തനെ അനങ്ങിയില്ല. ഞാനങ്ങട്ടെ. എനിക്കൊരു വിഷമം വന്നപ്പോ ഒരുത്തനെ അനങ്ങിയില്ല. നിനക്കിപ്പോ എന്താ വേണ്ട അവനോട് ചോദിക്കണോ? നീ പറയടാ, ഞങ്ങ റെഡി. ആഹാ അന്തസ്. ആഹാ അന്തസ്. അത് ഏതോ സിനിമയുടെ ഡയലോഗ് അല്ലേ? കട്ടൻ ചായ കുടിക്കുമ്പോ. അപ്പൊ ഇവര് കട്ടൻ ചായ കുടിക്കുന്നേ? ആഹാ അന്തസ്. എന്തിട്ട് നീ പറയണ്? നിനക്ക് അവനെ അടിക്കണടാ. എനിക്ക് ചോദിക്കണം അവനോട്, ആ പട്ടിയോട്. ഇനി അങ്ങോട്ട് സീനായിരിക്കും. വാ. അവനെന്തിനാ എന്നെ തള്ളിയിട്ടെ? ആഹാ, അവനെന്തിനാ എന്നെ തള്ളിയിട്ടെ? എന്നെ താടാ വാട്ടടിച്ചപ്പോഴേക്കും എല്ലാം മറന്ന. പിടിച്ചിറക്കടാ അവനെ. നിനക്കൊന്ന് പോയി നോക്കിയോടാ. ആ ഡേ ഡോറയെ കണ്ടിരിപ്പുണ്ട്. അമ്മ ഒന്ന് പോയി നോക്ക്. ആരാ? വിപിനില്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്താ കാര്യം? അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി പോയി അവനെ വിളിക്ക്. അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ദാ ചേച്ചി പിന്നെ. ദാ ചേച്ചി പിന്നെ. എന്റെ നെഞ്ചത്തിട്ടാണ് അവൻ അടിച്ചത്. എങ്ങനെ ഇത് കണ്ടോണ്ടിരിക്കും ഞാൻ? എങ്ങനെ ഞാനിത് കണ്ടോണ്ടിരിക്കും? അവനെ പോയി വിളിക്ക് ചേച്ചി. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറ് പോയി ഡോറ കാണും. എന്താ പ്രശ്നം? അതിന് താനാരാ? അയാളുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കുക താനാരാണ്. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആരാന്നാ? നീ ആരണ്ടാ? താൻ പോയി ആദ്യം വിപിനെ വിളിക്ക്. അവനറിയാം ഞാൻ ആരാന്ന്. നിന്നോടല്ല പറഞ്ഞ വിപിന്റെ വീട്ടിലാന്ന്. താൻ പോയി വിപിനെ വിളിക്ക്. എന്താ ചേച്ചി പടക്കം പൊട്ടിക്കാൻ പോയാണോ അവര്? ചേച്ചി ഉടനെ ചെവിക്കൊക്കെ പൊത്തി നിൽക്കുക. നിന്നോടല്ല പറഞ്ഞ വിപിന്റെ വീട്ടിലാന്ന്. താൻ പോയി വിപിനെ വിളിക്ക്. എന്താ മാസ സീൻ നടക്കാൻ പോണോ കേട്ടോ. ഞങ്ങള് വീട്ടിൽ കയറി ഇറക്കി വലിയ സീൻ ഔട്ടാ. സീനാവും. ഞങ്ങള് വീട്ടിൽ കയറി ഇറക്കി വലിയ സീൻ ഔട്ടാ. നമ്മ സീനാണ്. ആഹാ, എന്റെ വീട്ടിൽ വന്നിട്ട് തെമ്മാടത്തിന് കാണിക്കേ. ആ കേറി അടിക്കടാ. അയ്യോ, എന്റെ മോനെ കൊല്ലുന്നേ. ഓടി വരണേ, ഓടി വരണേ. വന്ന് കയറാ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി. ഈ അഭിനയം കണ്ട ആരോടി വരാനാണ്? ഓട്ടോയോ? ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. ചേട്ടാ നിർത്ത്. എന്താ പോലെ ഒരാൾ ആശുപത്രി കൊണ്ടുപോകാനാ. നല്ല സൗകര്യമുള്ള ഓട്ടയാ. ചേച്ചേട്ടോ, വേഗറ്റ്. കുടുംബക്കാരെ മൊത്തം കെട്ടിക്കും. അമ്പലം, പ്രണയം, സുണ്ണാമ്പ്, കൊലപാതകം. ഇനി എന്തായിരിക്കും? ദാ ചേച്ചി പിന്നെ. എന്താണ് ബ്രോ, മൊടയാണോ? എനിക്കെന്താ അമ്പലത്തിൽ വന്നൂടെ? ഓക്കെ, ഷോർട്ട് ഫിലിം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് ഷോർട്ട് ഫിലിം വിലയിരുത്താം. ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല, നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് മേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്തോ ഒരു ആശയമൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ വാവ്, നൈസ്. ഇനിയും നല്ല രീതിയിലൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഉള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ പറയുന്ന എനിക്ക് ഇവിടെ നിന്ന് കളിയാക്കാൻ മാത്രമല്ല അറിയത്തുള്ളൂ എന്ന് ചോദിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പോയി കാണുക. ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം റിയാക്ട് ചെയ്തത്. സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുക ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നമ്മുടെ അവസാനത്തെ ഒരു വീഡിയോ കൂടി നോക്കിയാലോ. അത് കൊള്ളാല്ലേ, അത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇച്ചിരി വെറൈറ്റി ആയിരുന്നു. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.
ഡോണ്ട് ഫോർഗെറ്റ് ടു ഡൗൺലോഡ് പാരി മാച്ച്. സീ യു ദെൻ.